പെരിയ ഇരട്ടക്കൊലപാതക കേസിൽ ശിക്ഷിക്കപ്പെട്ട പ്രതികളെ ജയിലിലെത്തി നേരിൽ കണ്ട് CPIM സംസ്ഥാന നേതാവ് P. ജയരാജൻ. കണ്ണൂർ സെൻട്രൽ ജയിലിലെത്തിയാണ് P. ജയരാജന്റെ സന്ദർശനം. കോടതി നിർദ്ദേശത്തെ തുടർന്നാണ് കേസിലെ പ്രതികളെ വിയ്യൂർ സെൻട്രൽ ജയിലിൽ നിന്നും കാക്കനാട് ജില്ലാ ജയിലിൽ നിന്നും കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് മാറ്റിയത്. കേസിലെ പ്രതികളെ കാണാൻ P. ജയരാജൻ എത്തിയപ്പോൾ കയ്യിൽ കരുതിയത് ഒരു പുസ്തകം. കേരളം മുസ്ലിം രാഷ്ട്രീയം, രാഷ്ട്രീയ ഇസ്ലാം എന്ന P. ജയരാജൻ തന്നെ എഴുതിയ പുസ്തകമാണ് പ്രതികൾക്ക് നൽകാൻ P. ജയരാജൻ കയ്യിൽ കരുതിയത്. കമ്മ്യൂണിസ്റ്റുകാർക്ക് തടവറ വായനയ്ക്കുള്ള അവസരമാണെന്ന് പ്രതികളെ ജയിലിൽ സന്ദർശിച്ചതിനു ശേഷം P. ജയരാജൻ പ്രതികരിച്ചു. അപ്പോൾ ജയിൽ ജീവിതം എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റുകാരെ സംബന്ധിച്ച് വായിക്കാനുള്ള ഒരു അവസരം കൂടിയാണ്. അപ്പോൾ നല്ല വായനക്കാരാണ് അവർ. അപ്പോൾ വായിച്ചവർ പ്രബുദ്ധരാകും ജയിലിനകത്ത്. കൊലക്കേസിൽ ശിക്ഷിക്കപ്പെട്ട പ്രതികൾ വായിച്ച് പ്രബുദ്ധരാകുമെന്നും P. ജയരാജൻ പറഞ്ഞു. തൊട്ടുപിന്നാലെ തടവറ കാട്ടി കമ്മ്യൂണിസ്റ്റുകാരെ പേടിപ്പിക്കേണ്ടെന്നും മാധ്യമങ്ങൾക്ക് മാർക്സിസ്റ്റ് വിരുദ്ധ ജ്വരം ബാധിച്ചിരിക്കുകയാണെന്നും പ്രമുഖ പത്രങ്ങളുടെ മുഖപ്രസംഗം ഉദ്ധരിച്ച് ജയരാജന്റെ വിമർശനം. കമ്മ്യൂണിസ്റ്റുകാരെ തടവറ കാട്ടി ആരും പേടിപ്പിക്കാൻ നടത്തിയിട്ടുള്ള ശ്രമങ്ങൾ വിജയിക്കാൻ പോകുന്നില്ല. അപ്പോൾ തടവറകളൊക്കെ കമ്മ്യൂണിസ്റ്റുകാർക്ക് സ്വാഭാവികമായും പറഞ്ഞു വെച്ചതാണ്. ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ തുടക്കക്കാരായിട്ടുള്ള ആളുകൾക്കെതിരെ ബ്രിട്ടീഷ് സാമ്രാജ്യത്വം ചുമത്തിയത് പെഷവാർ ഗൂഢാലോചന കേസാണ്. പിന്നെ മീറത്ത്, കോൺപൂർ അങ്ങനെയുള്ള പല ഗൂഢാലോചന കേസുകളും പാർട്ടിയുടെ പ്രധാനപ്പെട്ട നേതാക്കന്മാർക്കും പ്രവർത്തകന്മാർക്കും എതിരായിട്ട് വന്നിട്ടുണ്ട്. ഇവിടെ രാഷ്ട്രീയ കൊലപാതകങ്ങൾ എല്ലാം അവസാനിപ്പിക്കണമെന്നാണ് CPM ആഗ്രഹിക്കുന്നത്. പക്ഷേ ഞങ്ങൾ ആഗ്രഹത്തിനുപരിയായി ഒട്ടേറെ അക്രമ സംഭവങ്ങൾ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നുണ്ട്. എല്ലാ അക്രമ സംഭവങ്ങളും അവസാനിപ്പിക്കണം, ഇതാണ് CPMൻ്റെ കാഴ്ചപ്പാട്. പക്ഷേ നമ്മുടെ കേരളത്തിലെ വലതുപക്ഷ മാധ്യമങ്ങൾക്ക് മാർക്സിസ്റ്റ് വിരുദ്ധ ജ്വരം പിടിപെട്ടിരിക്കുകയാണ്. ശിക്ഷിക്കപ്പെട്ട KV കുഞ്ഞിരാമൻ അടക്കമുള്ള പ്രതികളെ കാണാനെത്തിയ മറ്റു പല സഖാക്കളും കയ്യിൽ പുസ്തകം കരുതിയിരുന്നു. റിപ്പോർട്ടർ, കണ്ണൂർ.